കഴിഞ്ഞ സർക്കാർ കൊണ്ടുവരാൻ നീക്കം നടത്തിയ പൊന്നാനിയിലെ കപ്പൽ നിർമ്മാണശാലയ്ക്കെതിരെ നിലപാടെടുത്ത കെ.പി. നൌഷാദ് അലി എം.എൽ.എക്കെതിരെ വിമർശനം കടുപ്പിച്ച് CPM ഏരിയ കമ്മിറ്റി രംഗത്ത്. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. പദ്ധതിക്കെതിരെ രംഗത്തെത്തിയ നൌഷാദ് അലി എം.എൽ.എയോട് 7 ചോദ്യങ്ങളാണ് CPM ഉന്നയിക്കുന്നത്. സർക്കാരുമായി നിർമ്മാണ കരാർ ഒപ്പുവെച്ച കമ്പനി പദ്ധതി അട്ടിമറിച്ചാൽ വെറുതെ ഇരിക്കുമോ എന്നാണ് ഒന്നാമത്തെ ചോദ്യം. MLA നടത്തുന്ന പ്രസ്താവനകൾ കൊണ്ട് മാറ്റാവുന്നതാണോ നിർമ്മാണ കരാർ എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. കരാർ ലംഘനം നടത്തിയാൽ സർക്കാർ നൽകേണ്ടി വരുന്ന നഷ്ടപരിഹാരം MLA നൽകുമോ? നാടിന് ഗുണകരമാകേണ്ട പദ്ധതി ആർക്കു വേണ്ടിയാണ് MLA അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്? മുഖ്യമന്ത്രിയോടൊപ്പം നടത്തിയ ഹെലികോപ്റ്റർ യാത്ര എന്ത് ഡീൽ ഉറപ്പിക്കാനായിരുന്നു? പദ്ധതിക്കെതിരെ MLAയുടെ നീക്കത്തെക്കുറിച്ച് UDFന്റെ അഭിപ്രായം എന്താണ്? ഇക്കാര്യത്തിൽ ജില്ലയിലെ മന്ത്രിമാരുടെ നിലപാടെന്താണ്? തുടങ്ങിയ ചോദ്യങ്ങളാണ് CPM ഉയർത്തുന്നത്. 30 വർഷത്തേക്ക് PPP മോഡലിൽ ഷിപ്പ്യാർഡ് നിർമ്മാണം നടത്തി അതിൽ നിന്ന് വാടക ഇനത്തിൽ പ്രതിവർഷം ഏറ്റവും കുറഞ്ഞത് 1.5 കോടി രൂപ സർക്കാരിന് ലാഭമാകുന്ന തരത്തിലാണ് കരാർ. LDF സർക്കാർ നിയമപരമായ നടപടികൾ പൂർത്തീകരിച്ച് മാരിടൈം ബോർഡും കമ്പനിയും തമ്മിൽ ഒപ്പിട്ട കരാറും അതിനുശേഷം സ്ഥലം വിട്ടുകൊടുത്ത് പുറപ്പെടുവിച്ച ഉത്തരവും മുന്നിലിരിക്കെയാണ് ഇതൊരു സ്വകാര്യ സംരംഭം ആണെന്നും സർക്കാർ അറിയില്ലെന്നുമെന്ന വിചിത്രവാദം MLA ഉന്നയിക്കുന്നത്. MLA പൊന്നാനിയുടെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും CPM നേതാക്കൾ കുറ്റപ്പെടുത്തി. വാർത്താസമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് PK കലീമുദ്ദീൻ, TM സിദ്ദിഖ്, ഏരിയ സെക്രട്ടറി CP മുഹമ്മദ് കുഞ്ഞി, അഡ്വക്കേറ്റ് E സിന്ധു എന്നിവർ പങ്കെടുത്തു. ധവളപത്രത്തിനും ബജറ്റിനും എതിരായിക്കൊണ്ട് സംസാരിക്കുന്ന MLAയുടെ ഒരു ദ്വിമുഖമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പല സമയത്തും പല രീതിയിലുള്ള കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പൊന്നാനിയിലെ വികസനം ആഗ്രഹിക്കുന്ന മനുഷ്യർ മുഴുവനും ഈ പദ്ധതി ആഗ്രഹിക്കുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി ഏതെങ്കിലും വിഭാഗത്തിന് പ്രയാസമുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്തം ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ്റാണ്. അതിൽ മുൻകൈ എടുക്കേണ്ടത് MLA ആണ്. അതിനു പകരം ഈ പദ്ധതി ആകെ അവഹേളിച്ചുകൊണ്ട് ഒരു പുകമറ സൃഷ്ടിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മാരിടൈം ബോർഡില്ല എന്ന് വിളിച്ചു പറഞ്ഞ MLA ആണ് മാരിടൈം ബോർഡിൻ്റെ CEO കണ്ട് ഈ കാര്യങ്ങൾ എന്താണെന്ന് തിരക്കാൻ വേണ്ടി പോയിട്ടില്ല. അങ്ങനെ വിരോധാഭാസപരമായ നിലപാടുമായി MLA പോകുന്നത് പൊന്നാനി ഇതുവരെ കാണാത്ത വികസന വിരുദ്ധതയ്ക്ക് വഴിതെളിക്കും. അങ്ങനൊരു സമീപനം ഈ കാലം അത്രയും ഇവിടെ ഉണ്ടായിട്ടില്ല. പൊതുവായി വികസനത്തിന് എല്ലാവരും കൈകോർക്കുന്ന സമീപനമാണ് പൊന്നാനിയുടെ ഇതുവരെയുള്ള ഒരു രാഷ്ട്രീയ ചരിത്രത്തിലുള്ളത്. അതുകൊണ്ട് അദ്ദേഹം ഈ തരത്തിലുള്ള നടപടികളുമായി പിൻവലിയണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. CPIMന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിക്കെന്നല്ല, കേരളത്തിലെ ഗവൺമെന്റ് മുൻകൈയെടുത്തുകൊണ്ട് മാരിടൈം ബോർഡാണ് ഈ കരാറിൽ ഏർപ്പെടുന്നതിനാവശ്യമായ സംവിധാനം ഉണ്ടാക്കിയത്. ആ സംവിധാനം ഫലപ്രദമായി പ്രവർത്തിപ്പിക്കണമെന്നുള്ളത് CPIM ജില്ലാ കമ്മിറ്റിക്ക് മാത്രമല്ല, ഈ നാടിനെ സ്നേഹിക്കുന്ന, വികസനം ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും താല്പര്യമാണ്. ആ താല്പര്യത്തെയാണ് ഏതോ തരത്തിലുള്ള ദുരൂഹ സാഹചര്യത്തിൽ സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി ഈ അപവാദ പ്രചരണങ്ങൾ കൊണ്ടുവരുന്നത് എന്നാണ് ഞങ്ങളുടെ ആക്ഷേപം. ഒന്ന്. രണ്ടാമത്തേത്, ഈ 4 പേര് ചേർന്നാൽ സംഘടിപ്പിക്കാൻ കഴിയുന്ന പദ്ധതിയാണ് എന്ന് MLA പറയുമ്പോൾ ഈ 4 പേരെ അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ആ 4 പേരെ സ്വകാര്യമായി കണ്ടെത്തി ഈ പദ്ധതിയെ അട്ടിമറിച്ച് സ്വകാര്യ വ്യക്തികൾക്ക് തീരെഴുതി കൊടുക്കാനുള്ള സമീപനമാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. അങ്ങനെ സ്വകാര്യ മുതലാളിമാരെ കൊടുത്ത് പ്രതിഷ്ഠിച്ച് ഒരു പ്രദേശമാകെ ഇപ്പോൾ പ്രാഥമിക ഘട്ടത്തിൽ 100 പേർക്ക് ജോലി കിട്ടുന്ന, കുറച്ച് കൂടി മുന്നോട്ട് പോകുമ്പോൾ 2500ഓളം ആളുകൾക്ക് സ്ഥിരമായി ജോലി കിട്ടുന്ന, പരോക്ഷമായി 4000ഓളം ആളുകൾക്ക് ജോലി കിട്ടുന്ന ഒരു സംരംഭമാണിത്. ആ ജോലിയൊക്കെ കിട്ടുന്ന ആളുകളിൽ നല്ലൊരു ശതമാനവും ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട്, പൊന്നാനിയുമായി ബന്ധപ്പെട്ട ആളുകളാണ്. അവരുടെ ജീവൽ പ്രശ്നത്തെ പോലും വകവെക്കാതെ MLAയുടെ സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി അദ്ദേഹം എന്തോ പടച്ചുണ്ടാക്കുന്ന രീതിയിലേക്ക് പ്രചരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഈ പദ്ധതിയെ തകർക്കാനാണ്.